വാർത്തകൾ വിശദമായി നോക്കാം. CJP പ്രതിഷേധത്തിന് പിന്തുണയേറിയതോടെ ഒടുവിൽ മൗനം വെടിഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് ശിക്ഷ ഉറപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുമെന്നാണ് വാഗ്ദാനം. രാജ്യത്തെ യുവാക്കളുടെ ഭാവി തകർത്തത് മോദിയാണെന്ന് തിരിച്ചടിച്ച രാഹുൽ ഗാന്ധി ധർമ്മേന്ദ്ര പ്രധാന്റെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് ആവർത്തിച്ചു. രാജിയിൽ കുറഞ്ഞൊരു അനുനയത്തിനില്ലെന്ന് പ്രഖ്യാപിച്ചു CJPയും മോദിയുടെ നിർദ്ദേശം തള്ളി. അതിനിടെ രാവിലെ പാർലമെന്റ് കവാടത്തിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ മുദ്രാവാക്യങ്ങളുമായി നിലയുറപ്പിച്ചത് സംഘർഷ സമാന സാഹചര്യത്തിന് ഇടയാക്കി. കോക്രോച്ച് ജനതാ പാർട്ടി സമരത്തോട് ആദ്യം മുഖം തിരിഞ്ഞു നിന്ന കേന്ദ്ര സർക്കാരും ഇപ്പോൾ പ്രധാനമന്ത്രിയും മൗനം വെടിയുകയാണ്. 34-ാം ദിവസത്തിലെത്തുമ്പോൾ സമരത്തിന് ഐക്യദാർഢ്യമായി എത്തുന്നവരുടെ എണ്ണം ഏറുന്നു. ആദ്യം അകലം പാലിച്ച രാഷ്ട്രീയ പാർട്ടികളും സമരത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് വിഷയമേറ്റെടുത്തു. ഈ ഘട്ടത്തിലാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം. യുവാക്കളുടെ ക്ഷേമത്തെക്കാളും ഭാവിയേക്കാളും വലുതായി ഒന്നുമില്ല. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെടുന്നവർക്ക് എത്രയും വേഗത്തിൽ ശിക്ഷ ഉറപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കും. ഇക്കാര്യത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായും വിദ്യാർത്ഥി താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള സർക്കാർ നടപടികളുടെ തുടർച്ചയാണിതെന്നും പ്രധാനമന്ത്രി പ്രതികരിച്ചു. എന്നാൽ യുവാക്കളുടെ ഭാവി തകർത്തത് പ്രധാനമന്ത്രിയാണെന്ന് രാഹുൽ ഗാന്ധി തിരിച്ചടിച്ചു. വിദ്യാഭ്യാസ സമ്പ്രദായത്തെ പൂർണ്ണമായും കൈയടക്കാനും തകർക്കാനും പ്രോത്സാഹനം നൽകിയ സർക്കാർ ഉത്തരവാദികളായ ഓരോ വ്യക്തിയെയും സംരക്ഷിച്ചതായും രാഹുൽ കുറ്റപ്പെടുത്തി. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയടക്കം വിദ്യാർത്ഥികൾ ഉന്നയിച്ച ഓരോ ആവശ്യങ്ങളും പ്രധാനമാണെന്നും രാഹുൽ ഗാന്ധി പ്രതികരിച്ചു. പ്രധാനമന്ത്രിക്ക് മറുപടിയുമായി രംഗത്ത് വന്ന CJP വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിയല്ലാതെ പിന്നോട്ടില്ലെന്ന നിലപാടിലാണ്. രാവിലെ പാർലമെന്റിന്റെ പ്രവേശന കവാടത്തിൽ നടന്ന പ്രതിഷേധത്തിനിടെ NDA ഇന്ത്യ സഖ്യ അംഗങ്ങൾ മുദ്രാവാക്യം വിളികളോടെ നേർക്കുനേർ വന്നത് കയ്യാങ്കളിയുടെ വക്കോളമെത്തി. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക എന്നെഴുതിയ പോസ്റ്റർ ജോൺ ബ്രിട്ടാസ് MPയുടെ കയ്യിൽ നിന്നും BJP അംഗം അരുൺ സിംഗ് പിടിച്ചു വാങ്ങി. ഭരണ പ്രതിപക്ഷ അംഗങ്ങൾക്കിടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ മതിൽ തീർത്താണ് തർക്കം ഒഴിവാക്കിയത്. വിദ്യാർത്ഥി സമരത്തിന് നേരെയുണ്ടായ പോലീസ് നടപടിയും മന്ത്രിയുടെ രാജിയും ആവശ്യപ്പെട്ടായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധം. എന്നാൽ ചർച്ചയ്ക്ക് പ്രതിപക്ഷം തയ്യാറാകുന്നില്ലെന്ന് ആരോപിച്ച് ഭരണപക്ഷം രാഹുൽ ഗാന്ധിക്കെതിരെയും മുദ്രാവാക്യം മുഴക്കി. നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.